നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് സിറ്റി ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. നഗരത്തിൽ വീണ്ടും കുടിവെള്ള വിതരണ പൈപ്പ് തകർന്നു. ആശ്രമം വളവിന് സമീപം രണ്ടാം റോഡിലാണ് പൈപ്പ് തകർന്നത്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്ന് ആക്ഷേപം. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് മൂവാറ്റുപുഴയ്ക്ക് നിരാശാജനകം. മൂവാറ്റുപുഴയിലെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ ബജറ്റെന്ന് അരുൺ പി മോഹൻ. വായനോത്സവത്തിന് തുടക്കമായി മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനോത്സവം വാർഡ് കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു. UDF സർക്കാരിന്റെ ബജറ്റ് ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിന് ഒതുക്കുന്ന പുതിയ പദ്ധതികൾ ഒന്നുമില്ല. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന മുദ്രാവാക്യം UDF-ഉം നിലവിലെ MLA-യും പറഞ്ഞിരുന്നെങ്കിലും മൂവാറ്റുപുഴയ്ക്കായി മികച്ച പദ്ധതികളൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ലെന്ന് മുൻ MLA. UDF ബജറ്റ് സ്വാഗതം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ. 30 പദ്ധതികളിൽ 6 പ്രധാന പദ്ധതികൾ ഈ വർഷം തന്നെ നടപ്പാക്കും. വാർത്തകൾ വിശദമായി. നഗരത്തിൽ വീണ്ടും കുടിവെള്ള വിതരണ പൈപ്പ് തകർന്ന് വെള്ളം പാഴായി. ആശ്രമം വളവിന് സമീപം രണ്ടാം റോഡിലാണ് വീണ്ടും പൈപ്പ് തകർന്നത്. നഗരത്തിൽ വീണ്ടും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് തകർന്ന് വെള്ളം പാഴായി. ശനിയാഴ്ച മൂവാറ്റുപുഴ ആശ്രമം വളവിന് സമീപം രണ്ടാം റോഡിലാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയിൽ ആശ്രമം വളവിൽ പൈപ്പ് പൊട്ടിനെ തുടർന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാരെത്തി അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും അതേ പ്രദേശത്ത് പൈപ്പ് തകരാറിലായത്. ഇതിനു പുറമെ കുന്നപ്പള്ളി മലയിലും കോടതിക്ക് സമീപവും പൈപ്പുകൾ തകർന്നിട്ടുണ്ട്. പൈപ്പ് പൊട്ടുമ്പോൾ താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തി കൈയൊഴിയുന്നതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ അധികൃതർ ശ്രമിക്കുന്നില്ലെന്നാണ് പ്രധാന ആക്ഷേപം. കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ അടിയന്തരമായി മാറ്റി സ്ഥാപിക്കണമെന്നുമാണ് ജനങ്ങളുടെ ആവശ്യം. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ. 30 പദ്ധതികളിൽ 6 പ്രധാന പദ്ധതികൾ ഈ വർഷം തന്നെ നടപ്പാക്കാനുള്ള അനുമതി ലഭിച്ചതായും സാബു ജോൺ. ഈ ബഡ്ജറ്റ് പൊതുവെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ മേഖലകളും കടന്നു ചെന്നുകൊണ്ടുള്ള വളരെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ ബഡ്ജറ്റിൽ വന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനെയും നമ്മൾ സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന് ലഭിച്ചിരിക്കുന്ന ബഡ്ജറ്റ് വിഹിതവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വളരെ ക്ലിയറായി മൂവാറ്റുപുഴയുടെ MLA പ്രിയങ്കരനായ ഡോക്ടർ മാത്യു കുഴൽനാടൻ വളരെ വിശദമായി ആ ബഡ്ജറ്റിന്റെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന്റെ വിഹിതത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. അങ്ങനെ മൂവാറ്റുപുഴയിൽ 30 പദ്ധതികൾ 216 കോടി രൂപയുടെ പദ്ധതികളാണ് 30 പദ്ധതികളിലായി മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ ഗവൺമെന്റിൽ സമർപ്പിച്ചത്. ആ 30 പദ്ധതികളിൽ 6 പദ്ധതികൾ ഈ വർഷം തന്നെ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള അംഗീകാരം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. അതിന് ബഡ്ജറ്റിന്റെ വിഹിതം എന്ന് പറയുന്നത് 20% തുക ഈ വർഷം തന്നെ ബഡ്ജറ്റിൽ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ വിശദമായിട്ടുള്ള എസ്റ്റിമേറ്റും മറ്റു കാര്യങ്ങൾക്കും ശേഷമാണ് ബാക്കി ആ പറഞ്ഞിരിക്കുന്ന തുക കൂടി വരുന്നത്. വാളിയപ്പാടം റോഡ്, സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം, വാഴക്കുളം പൈനാപ്പിൾ സിറ്റി മാർക്കറ്റ് ഇംപ്രൂവ്മെന്റ്സ്, വാളിയപ്പാടം റോഡ് വികസനം ഇങ്ങനെ 6 പ്രോജക്റ്റുകൾക്കായി 14 കോടി 70 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ തന്നെ മണ്ഡലത്തിന് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മണ്ഡല വികസനത്തിനായി ബഡ്ജറ്റിൽ വെറും 5 കോടി രൂപ മാത്രം നൽകിയിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ ഈ വലിയ വർധനവുണ്ടായിരിക്കുന്നത്. അങ്ങനെ ഉദാഹരണത്തിന് മാറാടി വാളിയപ്പാടം റോഡിന് 5 കോടി രൂപ അനുവദിച്ചു. അതിന് 20% 1 കോടി രൂപയാണ് ഇപ്പോൾ നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. ബാക്കി തുക എസ്റ്റിമേറ്റിന് ശേഷം ആ 5 കോടി രൂപയിലെ ബാക്കി തുക അനുവദിക്കും. അങ്ങനെയാണ് ഓരോ ബഡ്ജറ്റിന്റെ ഓരോ കാര്യങ്ങളും പറയുന്നത്. നമുക്കറിയാം മാറാടി മൂവാറ്റുപുഴ മാറാടി റോഡ് വള്ളക്കാലിൽ നിന്ന് മഞ്ചിരിപ്പടിയിലേക്ക് പോകുന്ന കോട്ടർ റോഡാണ് മൂവാറ്റുപുഴ മാറാടി റോഡ്. മൂവാറ്റുപുഴയിലെ ഏറ്റവും വലിയ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുറിക്കൽ ബൈപ്പാസ് കൂടി വരുമ്പോൾ ഈ മൂവാറ്റുപുഴ മാറാടി റോഡ് വളരെയേറെ ഗുണപ്രദമാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കോതമംഗലത്തിനും പെരുമ്പാവൂരിനും കോടികൾ ലഭിച്ചപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് നാമമാത്രമായ തുകയെ ലഭിച്ചുള്ളൂ എന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സാബു ജോൺ പറഞ്ഞു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് മൂവാറ്റുപുഴയ്ക്ക് നിരാശാജനകം. മൂവാറ്റുപുഴയിലെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ ബജറ്റ് എന്ന് BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹൻ. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് മൂവാറ്റുപുഴയ്ക്ക് നിരാശാജനകമെന്ന് BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ പി മോഹനൻ.
അടുത്ത മണ്ഡലങ്ങൾക്ക് നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് 14 കോടിയുടെ പദ്ധതിയെ പ്രഖ്യാപിച്ചിട്ടുള്ളതെന്നും ഒരു പ്രധാനപ്പെട്ട പദ്ധതി പോലുമില്ലെന്ന് അരുൺ പി മോഹൻ പറഞ്ഞു. UDF സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റ് മൂവാറ്റുപുഴ സംബന്ധിച്ച് വളരെ നിരാശാജനകമാണ്. തൊട്ടടുത്തുള്ള നിയോജക മണ്ഡലങ്ങളായിട്ടുള്ള കോതമംഗലം ഏകദേശം 572 കോടി രൂപ പ്രഖ്യാപിച്ചപ്പോൾ, അതുപോലെ തന്നെ മറ്റൊരു മണ്ഡലമായിട്ടുള്ള പെരുമ്പാവൂര് ഏകദേശം 427 കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ മൂവാറ്റുപുഴയെ സംബന്ധിച്ച് വെറും 14.7 കോടി രൂപയുടെ പദ്ധതികൾ മാത്രമാണ് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. ഏറ്റവും സാധാരണമായിട്ട് ഏതൊരു സർക്കാരും പ്രഖ്യാപിക്കുന്ന ഒരു MLAക്ക് നൽകുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനങ്ങൾ മാത്രം, കുറച്ച് വഴികൾ, അതുപോലെ തന്നെ കുറച്ച് കനാലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ അല്ലാതെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി പോലും ഈ മൂവാറ്റുപുഴയ്ക്കായിട്ട് നീക്കി വെച്ചിട്ടില്ല എന്നുള്ളത് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ ഇലക്ഷൻ്റെ സമയത്ത് UDFൻ്റെ പ്രതിനിധികൾ നമുക്ക് തന്നിട്ടുള്ള വലിയ വാഗ്ദാനങ്ങളായിരുന്നു മുറിക്കൽ പാലം, അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ നമ്മുടെ MC റോഡിൽ പുതിയൊരു പാലം നിർമ്മാണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ള MLA അന്ന് ഇലക്ഷന് നേരിട്ടിട്ടുള്ളതെങ്കിൽ അതിലുള്ള ഒരു പദ്ധതിക്ക് പോലും 1 രൂപ പോലും മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളത് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് കൂടാതെ മൂവാറ്റുപുഴ ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇടപെടലുകളും ഇവിടെ നിന്ന് MLAയോ അല്ലെങ്കിൽ കോൺഗ്രസോ ഈ UDF ഭരണത്തിൽ വന്നതിന് ശേഷം നടത്തിയിട്ടില്ല എന്നുള്ളതും നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യമാണ്. മൂവാറ്റുപുഴയിലെ സാധാരണക്കാരായ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ ബജറ്റ് എന്നും മാത്യു കുഴൽനാടൻ MLAക്ക് സ്വന്തം പാർട്ടിയിൽ നിന്നും അടിച്ചമർത്തൽ ഉണ്ടാകുന്നുവെന്നും അരുൺ പി മോഹൻ പറഞ്ഞു. പിണറായിക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളതിനാൽ പിണറായി സർക്കാർ തന്നെ അടിച്ചമർത്തുവാൻ നോക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ശ്രീ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഏത് രീതിയിലുള്ള അടിച്ചമർത്തലാണ് സ്വന്തം പാർട്ടിയിൽ നിന്നുണ്ടാകുന്നതെന്ന് കൂടി ശ്രീ മാത്യു കുഴൽനാടൻ MLA പറയേണ്ടതായിട്ട് വരുന്നു ഇവിടുത്തെ ജനങ്ങളോട്. ചക്ക വീണ് തകർന്ന വീട് തട്ടേക്കാട് ഭക്ഷ്യസങ്കേതം ജീവനക്കാർ ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ പൂർവ്വസ്ഥിതിയിലാക്കി. കാട്ടാന കുലുക്കി വീഴ്ത്തിയ ചക്ക വീണാണ് ഞായപ്പള്ളി കാരിക്കോട്ടിൽ ബിജോയുടെ വീട് തകർന്നത്. കാട്ടാന കുലുക്കി വീഴ്ത്തിയ ചക്ക വീണ് തകർന്ന വീട് തട്ടേക്കാട് പക്ഷിസങ്കേതം ജീവനക്കാർ ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ കേടുപാടുകൾ നീക്കി പൂർവ്വസ്ഥിതിയിലാക്കി മാതൃകാപരമായ കർത്തവ്യ നിർവഹണം നടത്തി. ശനിയാഴ്ച പുലർച്ചെ 3 ഞായപ്പള്ളി കാരിക്കോട്ടിൽ ബിജോയുടെ വീടിന്റെ തിട്ടയിൽ നിന്നിരുന്ന പ്ലാവിലെ ചക്ക കാട്ടാന കുലുക്കി ആസ്ബറ്റോസ് ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയിലേക്ക് വീഴുകയും ഷീറ്റുകൾ പൊട്ടി വികലമാകുകയും ചെയ്തു. തുടർന്ന് RFO, SFO സ്റ്റാഫ്, വാച്ചർമാർ എന്നിവർ സ്ഥലത്തെത്തി പുതിയ ഷീറ്റുകൾ വാങ്ങി വിദഗ്ധ ജോലിക്കാരും ജീവനക്കാരും ചേർന്ന് 4 മണിക്കൂർ കൊണ്ട് പൂർവ്വസ്ഥിതിയിലാക്കി. വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേഫ്, R റോയ്, ഷിബു D, അനീഷ്, സത്യൻ, നിഫിൻ, സുധാകരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. വിസ്മയമായി വരകളുടെ തമ്പുരാൻ. വീട്ടൂർ എബനേസർ സ്കൂളിൽ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രശസ്ത രേഖാചിത്രകാരൻ ആർട്ടിസ്റ്റ് മദനൻ നയിച്ച ശില്പശാല ശ്രദ്ധേയമായി. വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച വാക്കും വരയും ശില്പശാല കുട്ടികൾക്ക് വരയുടെ വിസ്മയ കാഴ്ചയായി മാറി. പ്രശസ്ത രേഖാചിത്രകാരൻ ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്ത ശില്പശാല ലളിതവും ഹൃദ്യവുമായ അവതരണം കൊണ്ടും കുട്ടികളുമായുള്ള സംവാദം കൊണ്ടും ഏറെ ശ്രദ്ധേയമായി. ഈ ഇരിക്കുന്ന കൂട്ടത്തിലെ എല്ലാ കുട്ടികൾക്കും ഒന്നല്ലെങ്കിൽ വേറെ തരത്തിൽ കഴിവുകൾ കൂടുതലാണ്. എല്ലാവർക്കും വലിയ പ്രൈസ് വാങ്ങുന്ന തരത്തിൽ എല്ലാവരും കൈമുട്ടി എഴുന്നേറ്റ് നിൽക്കുന്ന തരത്തിലൊന്നും കഴിവുകളില്ല. കഴിവുകൾ ഇല്ലാണ്ടുമില്ല, എല്ലാവർക്കും കഴിവെല്ലാം ഉണ്ട്. രാവിലെ സ്കൂളിലെ ഹസ്താക്ഷര ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട 50ഓളം വിദ്യാർത്ഥികളാണ് വരയുടെ ലോകത്തെ നവാനുഭവങ്ങൾ കൊണ്ട് എത്തിയത്. വരയുടെ സങ്കീർണതകളെ ലളിതമായ ആശയങ്ങളാക്കി മാറ്റി കുട്ടികളോട് സംവദിച്ച ആർട്ടിസ്റ്റ് മദനന്റെ ശൈലി കുട്ടികളിൽ പുതിയൊരു ഉണർവേകി. വരയെന്നത് ഭയപ്പെടേണ്ട ഒന്നല്ലെന്നും നിരീക്ഷണവും നിരന്തരമായ പരിശീലനവും വഴി ആർക്കും വഴങ്ങുന്ന ഒന്നാണെന്നും അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ശില്പശാലയുടെ പ്രധാന ആകർഷണം കുട്ടികളുടെ മുന്നിൽ വെച്ച് അദ്ദേഹം നടത്തിയ തത്സമയ രേഖാചിത്ര രചനയായിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ ക്യാൻവാസിൽ തെളിഞ്ഞ അതിമനോഹരമായ ചിത്രം കുട്ടികളിൽ അത്ഭുതവും ആവേശവും ഉണർത്തി.
ചിത്രരചനയിലെ ഓരോ സൂക്ഷ്മവശങ്ങളും നിഴലും വെളിച്ചവും രേഖകളിൽ വരുത്തുന്ന മാറ്റങ്ങളും അദ്ദേഹം ലളിതമായ ഭാഷയിൽ വിശദീകരിച്ചു. പ്രശസ്ത ചിത്രകാരൻ VC വാസുദേവനും മദനനൊപ്പം ചേർന്ന് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ സംശയങ്ങൾക്ക് ലളിതമായി മറുപടി നൽകിയ ആർട്ടിസ്റ്റ് മദനന്റെ സൗമ്യമായ പെരുമാറ്റം കുട്ടികൾക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. ശില്പശാലയോടൊപ്പം തന്നെ സ്കൂൾ ലൈബ്രറിയിൽ പുതുതായി സജ്ജീകരിച്ച മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരന്മാരുടെ രേഖാചിത്ര ഗ്യാലറിയുടെ ഉദ്ഘാടനവും നടന്നു. കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി പായിപ്ര രാധാകൃഷ്ണനാണ് ഗ്യാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ലോകത്താദ്യം ഗുഹകളിൽ നമ്മുടെ പുരാതന ചരിത്ര സ്മാരകങ്ങളിൽ മോഹൻജദാരോ, ഹാരപ്പ ചരിത്ര സ്മാരകങ്ങളിലൊക്കെ ചെന്നാൽ വേണ്ട, കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള വയനാട്ടിലെ എടക്കൽ ഗുഹയിൽ ചെന്നാൽ അവിടെ അക്ഷരമല്ല നിങ്ങൾ കാണുക, രേഖകളാണ് കാണുക. ആദ്യം മനുഷ്യൻ കരിങ്കല്ലിലും മറ്റു പലയിടത്തുമായിട്ട് രേഖകൾ വരയ്ക്കുകയാണ് ചെയ്തത്. ആ രേഖകൾ കൂടി ചേർന്ന ചിത്രങ്ങളും പിന്നീട് ആ ചിത്രങ്ങളുടെ മറ്റൊരു രൂപമാണ് അക്ഷരം എന്ന് പറഞ്ഞാൽ. ചടങ്ങിൽ ആർട്ടിസ്റ്റ് മദനൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ കമാൻഡർ CK ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ജീമോൾ K ജോർജ് സ്വാഗതം ആശംസിച്ചു. പ്രിൻസിപ്പൽ ബിജുകുമാർ, PTA പ്രസിഡന്റ് NM നാസർ തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ പ്രസംഗിച്ചു. ചടങ്ങിൽ ചിത്രകാരൻ VC വാസുദേവൻ രചിച്ച ചിത്രകൗതുകം എന്ന ചിത്രരചന പരിശീലന പുസ്തകത്തിന്റെ പ്രകാശനകർമ്മവും നടന്നു. ശില്പശാലയിൽ സജീവമായി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സാക്ഷ്യപത്രങ്ങളും പ്രോത്സാഹനമായി പുസ്തക സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇതോടൊപ്പം വായനാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. പുതിയൊരു ഭാവുകത്വവും വരയുടെ പുതിയ ലോകവും തുറന്നു നൽകിയ അനുഭൂതിയോടെയാണ് കുട്ടികൾ ശില്പശാല പൂർത്തിയാക്കി മടങ്ങിയത്. മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനോത്സവത്തിന് തുടക്കമായി. വാർഡ് കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനോത്സവത്തിന് തുടക്കമായി. വായനോത്സവം ഭദ്രദീപം തെളിച്ച് വാർഡ് കൗൺസിലർ ജിനു ആന്റണി ഉദ്ഘാടനം ചെയ്തു. 10 മിനിറ്റ് നിങ്ങൾ ഈ വായനയ്ക്ക് മാറ്റി വെക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇത്. നിങ്ങളെല്ലാ വർഷവും ഇതുപോലെയുള്ള വായനാ ദിനം ആഘോഷിക്കുന്നു, കാര്യങ്ങൾ നടപ്പാക്കി പോകുന്നല്ലാതെ ഈ വായനാ ദിനത്തിൽ നിങ്ങൾ എടുക്കേണ്ട ഒരു ദൃഢപ്രതിജ്ഞ എന്ന് പറയുന്നത് ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ 10 മിനിറ്റ് എങ്കിലും സമയം നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പ്രതിജ്ഞ എടുത്ത് വേണം ഇവിടുന്ന് പോകാനായിട്ട്. ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും. തീവ്രവാദത്തിനും മൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കാനും മദ്യം മയക്കുമരുന്ന് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് ഷെമീന ബീഗം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധ്യാപകനും സാഹിത്യകാരനുമായ ഡോക്ടർ PB സനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിൽ വായനോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ഡോക്ടർ PB സനീഷ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മൂവാറ്റുപുഴ നിർമ്മല കോളേജിന്റെ NSS പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകരായ ജീന, ബോബു എന്നിവരുടെ സാന്നിധ്യത്തിൽ NSS വോളണ്ടിയർമാർ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി അംബുജം KB, അധ്യാപകരായ ജെയ്സൺ, റഹ്മത്ത്, മലയാളം അധ്യാപിക രമ്യ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ മുനിസിപ്പൽ ലൈബ്രറികളായ സെൻട്രൽ, ടാഗോർ ലൈബ്രറികളിൽ വായനാ ദിനാചരണം നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും മൂവാറ്റുപുഴ ടെക്നിക്കൽ സ്കൂളിന്റെയും സഹകരണത്തോടെ ടാഗോർ ലൈബ്രറിയിൽ നടന്ന ദിനാചരണം നഗരസഭാ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. വായനാ പക്ഷാചരണത്തിന് തുടക്കമായതോടെ നാടും നഗരവും വായനയുടെ ലഹരിയിലായി. മൂവാറ്റുപുഴ മുനിസിപ്പൽ ലൈബ്രറികളായ സെൻട്രൽ, ടാഗോർ ലൈബ്രറികളിലും വായനാ ദിനാചരണം നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെയും മൂവാറ്റുപുഴ ടെക്നിക്കൽ സ്കൂളിന്റെയും സഹകരണത്തോടെ ടാഗോർ ലൈബ്രറിയിൽ നടന്ന ദിനാചരണം നഗരസഭാ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ
എന്ന് പറയുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ നെടുന്തൂണായിരുന്ന അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്നാണ് നമ്മൾ ഈ വായനാ ദിനം ആചരിച്ചു തുടങ്ങിയത്. ഇത് ഇന്ത്യയിൽ ഒട്ടാകെ റീഡിംഗ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിനം ആചരിക്കപ്പെടുകയാണ്. നമ്മൾ വായനയുടെ പ്രസക്തിയൊക്കെ ഇവിടെ അധ്യക്ഷയും അതുപോലെ സ്വാഗത പ്രാസംഗികയും ഒക്കെ പറഞ്ഞു കഴിച്ചു. വായിച്ചാലേ വളരുകയുള്ളൂ. ഏത് മഹാന്റെ ചരിത്രം എടുത്താലും അവർ നല്ല വായനാശീലമുള്ളവരായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. കുട്ടികളുടെ കവി കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും. അതുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി. നിങ്ങൾ അനുഗ്രഹീതരായ വിദ്യാർത്ഥികളാണ്. കാരണം തൊട്ട് താഴെ എല്ലാത്തരം പുസ്തകങ്ങളും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇത് പ്രയോജനപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി ഒരു ഔപചാരിക നിലവിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൗൺസിലർ ദീപ്തി വിപിൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മൂവാറ്റുപുഴയുടെ കഥാകാരൻ മോഹൻദാസ് സൂര്യനാരായണൻ വായനാ സന്ദേശം നൽകി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CK ഉണ്ണി, നഗരസഭാ കൗൺസിലർ മനോജ് ജി, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം ജയകുമാർ ചെങ്ങമനാട്, അജേഷ് തമ്പി, അലീന ഡൊമിനിക് എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ലൈബ്രറിയുടെ ഉപഹാരം മൂവാറ്റുപുഴയുടെ കഥാകാരൻ മോഹൻദാസിന് വൈസ് ചെയർമാൻ PM അബ്ദുൽസലാം സമ്മാനിച്ചു. UDF സർക്കാരിന്റെ ബജറ്റിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിനുതകുന്ന പുതിയ പദ്ധതികൾ ഒന്നുമില്ലെന്ന മുൻ MLA എൽദോ ഇബ്രാഹിം. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന മുദ്രാവാക്യം UDF-ഉം നിലവിലെ MLA-യും പറഞ്ഞിരുന്നുവെങ്കിലും മൂവാറ്റുപുഴയ്ക്കായി മികച്ച പദ്ധതികളൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും എൽദോ ഇബ്രാഹിം. UDF സർക്കാരിന്റെ ബജറ്റിൽ ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ വികസനത്തിനുതകുന്ന പുതിയ പദ്ധതികളൊന്നുമില്ലെന്ന് മുൻ MLA എൽദോ ഇബ്രാഹിം. LDF സർക്കാരിന്റെ കാലത്തെ പദ്ധതികളല്ലാതെ മാറി വന്ന സർക്കാർ നാടിനാവശ്യമായ പദ്ധതികൾക്കൊന്നും തുക വകയിരുത്തിയിട്ടില്ല. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള റിംഗ് റോഡുകൾ, ജനറൽ ആശുപത്രി വികസനം, വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങി മൂവാറ്റുപുഴയിലെ ജനങ്ങളുടെ വികസന ആവശ്യങ്ങൾ കടലാസിൽ ഒതുങ്ങിയതായി എൽദോ ഇബ്രാഹിം പറഞ്ഞു. UDF ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് നിരാശ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ UDF തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ നിലവിലുള്ള MLA ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ജനങ്ങളോട്. മൂവാറ്റുപുഴയുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനം, മൂവാറ്റുപുഴയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റിംഗ് റോഡുകൾ, ജനറൽ ആശുപത്രിയുടെ വികസനം, അങ്ങനെ തുടങ്ങി ഇവർ പറഞ്ഞ ഒന്നിനും ഈ ബജറ്റിനകത്ത് ഒരു പരിഗണനയും ലഭ്യമായില്ല എന്നുള്ളതാണ് വസ്തുത. ഒന്നാം LDF ഗവൺമെൻറ്റിൻ്റെ ഭരണകാലയളവിൽ മൂവാറ്റുപുഴയിൽ കൊണ്ടുവന്ന വികസന പദ്ധതികളല്ലാതെ മറ്റു ഒരു പുതിയ വികസന പദ്ധതിയും നാളിതുവരെയും മൂവാറ്റുപുഴയ്ക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ മാറാടി ഗ്രാമപഞ്ചായത്തിൽ 2 റോഡുകൾക്കായി 9 കോടി രൂപ ഈ ബജറ്റിൽ അനുവദിച്ചു എന്നുള്ളതൊഴിച്ചാൽ നിയോജക മണ്ഡലത്തിലെ 10 ഗ്രാമപഞ്ചായത്തും മൂവാറ്റുപുഴ നഗരസഭയിൽ പരിപൂർണമായി അവഗണിക്കപ്പെട്ടു. മൂവാറ്റുപുഴ EC മാർക്കറ്റ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വികസന പദ്ധതികൾ വരേണ്ട ഒരു കാര്യമാണ്. പക്ഷേ മൂവാറ്റുപുഴ EC മാർക്കറ്റിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പദ്ധതികളോ പരിപാടികളോ ഇല്ല. ജൈവ ജ്യൂസ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ കൃഷി വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് വാഴക്കുളത്തെ നടുക്കര അഗ്രോ പ്രോസസ്സിംഗ് കമ്പനി. ആ സ്ഥാപനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഈ ബജറ്റിനകത്ത് ഒരു പരാമർശവും നടത്തിയിട്ടില്ല എന്നുള്ളത് നിരാശ നിറയുന്ന കാര്യമാണ്. നിയോജക മണ്ഡലത്തിലെ നഗരസഭയും 10 ഗ്രാമപഞ്ചായത്തും ബജറ്റിൽ പരിപൂർണമായി ഒഴിവാക്കപ്പെട്ടു. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന മുദ്രാവാക്യം UDF-ഉം നിലവിലെ MLA-യും പറഞ്ഞിരുന്നെങ്കിലും മൂവാറ്റുപുഴയ്ക്കായി മികച്ച പദ്ധതികളൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും എൽദോ ഇബ്രാഹിം കുറ്റപ്പെടുത്തി. കൂടുതൽ മികച്ച മൂവാറ്റുപുഴ എന്ന മുദ്രാവാക്യം UDF-ഉം നിലവിലുള്ള MLA-യും എല്ലാം ജനസമക്ഷം തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും അതല്ലാതെയും ഒക്കെ പറഞ്ഞു. പക്ഷേ മികച്ചതായി എന്തെങ്കിലും ഒരു പദ്ധതി മൂവാറ്റുപുഴയ്ക്ക് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്കോ വിദ്യാർത്ഥികൾക്കോ പ്രതീക്ഷ നൽകുന്ന ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി ഈ മൂവാറ്റുപുഴയിൽ ഈ ബജറ്റ് വഴി കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ബജറ്റിൽ തുക വകയിരുത്തിയ പദ്ധതികളുടെ ആവർത്തനമാണ് ബജറ്റിൽ പ്രകടമാകുന്നതെന്നും എൽദോ ഇബ്രാഹിം പറഞ്ഞു. ലോകമെമ്പാടും ഫുട്ബോൾ മത്സരാവേശം അലയടിക്കുമ്പോൾ MA ഇന്റർനാഷണൽ സ്കൂളിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ടീമുകൾ തമ്മിലായിരുന്നു മത്സരം. ലോകമെമ്പാടും ഫുട്ബോൾ മത്സരാവേശം അലയടിക്കുമ്പോൾ MA ഇന്റർനാഷണൽ സ്കൂളിൽ സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ടീമുകൾ തമ്മിലായിരുന്നു മത്സരം.
കുട്ടികൾ ഇഷ്ട ടീമിന്റെ ജേഴ്സി അണിഞ്ഞെത്തി ജേഴ്സി ഡേയും ആഘോഷിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ അധ്യാപകരുടെ ടീം വിജയിച്ചു. മത്സരത്തിന് രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ പിന്തുണയ്ക്ക് പ്രിൻസിപ്പൽ നന്ദി പറഞ്ഞു. വിജയികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ അനിത നായർ ട്രോഫി സമ്മാനിച്ചു. വാഴക്കുളം തുരുത്തിപ്പിള്ളി പരേതനായ പൈലിയുടെ ഭാര്യ റോസി 96 നിര്യാതയായി. സംസ്കാരം നടത്തി പരേത കൂനമാവ് തെക്കിനേടത്ത് കുടുംബാംഗമാണ്. മക്കൾ ബോസ്, സണ്ണി, പോൾ, ആനി, ലാലി, ഷൈജ, ബിൻസി, പ്രിൻസ്, പരേതനായ ജോളി. മരുമക്കൾ പൊന്നമ്മ, ബിന്നി, ലൈസമ്മ, മോളി, മിനി, ജോസഫ്, സണ്ണി, ഫ്രാൻസിസ്, ജോയി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.